പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് ബസ് ആദ്യം പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഇഡി ചോദ്യം ചെയ്യുന്നു. എസ് ശരൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരൺ, ചോദ്യം ചെയ്യൽ എപ്പോഴാണ് തുടങ്ങിയത്? സാമ്പത്തികമായ ഇടപാടുകളിൽ ഇഡിക്ക് ഇനിയും കണ്ടെത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. തന്ത്രി ഇപ്പോൾ ഇഡിയുമായി സംസാരിക്കുകയാണോ? റോഷ്നി, തന്ത്രിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ഇപ്പോഴും ഇഡി അന്വേഷിക്കുന്ന കാര്യം ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണം അത് ആരൊക്കെ കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ നമ്മൾ കണ്ടിരുന്നതാണ്. മുരാരി ബാബു, എസ് ശ്രീകുമാർ, ജയശ്രീ അടക്കമുള്ള പ്രതികളുടെയൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇന്നലെ എൻ വാസുവിന്റെ ചോദ്യം ചെയ്യലും നടന്നിരുന്നതാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അദ്ദേഹം 1 മണിക്ക് ശേഷമാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇഡി അന്വേഷിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്ത്രിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ശബരിമലയിലേക്ക് എത്തിച്ചതെന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഇതിന് പുറമെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്ന സമയത്ത് അതിന് അനുവാദം നൽകി എന്നുള്ള കണ്ടെത്തൽ. അങ്ങനെ തന്ത്രി ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തന്ത്രിയെ പ്രതി ചേർത്തിരുന്നത്. ഈ SIT കേസിൽ 13ാം പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ തന്ത്രിക്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യങ്ങളാണ് കൂടുതലായി ചോദിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല മറ്റ് ക്രമക്കേടുകളിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതാണ്. ഈ നെയ്യ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെയാണ് വാജിവാഹനം, അതായത് ഈ കൊടിമര പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട് വാജിവാഹനം അത് ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് തന്ത്രി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ചിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ഈ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അങ്ങനെ വാജിവാഹനം മറയാക്കിക്കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെ അനവധി ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദിക്കാനുള്ളത്. ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും ഇന്ന് തന്ത്രിയെ വിട്ടയക്കുകയും ചെയ്യുക. എന്തായാലും രാവിലെ ഹാജരാകാതിരുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഇതിൽ ECIR രജിസ്റ്റർ ചെയ്ത് വലിയ രീതിയിലുള്ള റെയ്ഡുകളിലൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നു. ഒരേ സമയം 21 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയിരുന്നത്. അപ്പോൾ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. ആ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ തന്ത്രി അന്വേഷണ പരിധിയിലില്ലേ എന്നുള്ളൊരു വലിയ സംശയവും ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് SIT കേസിൽ 41ാം ദിനം, അതായത് അറസ്റ്റിലായി 41ാം ദിനം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹാജരാകണം, കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയായിരുന്നു. ഓക്കെ, എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെ ലഭിക്കേണ്ടതുണ്ട്. തന്ത്രി എന്തായാലും ഇഡിക്ക് മുന്നിലാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ച് ഇഡിക്ക് കണ്ടെത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പത്മകുമാറും ഇന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിലെ ആ കേസിലും പത്മകുമാറിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്.